അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷങ്ങൾ 6ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ലോകം മുഴുവൻ തികഞ്ഞ ആശ്ചര്യത്തോടെയും ഭീതിയോടെയുമാണ് പുതിയ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത്. അധിനിവേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ തങ്ങളുടെ പരമാധികാരവും പ്രതിരോധശേഷിയും ലോകത്തിനു മുന്നിൽ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഇറാൻ. പശ്ചിമേഷ്യയിൽ ഇറാനെതിരെ വലിയ യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുകയും ഇല്ലാതാക്കുമെന്ന് വീമ്പ് പറയുകയും ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ നാണം കെട്ട് പിന്മാറേണ്ടി വന്നിരിക്കുന്നു. ഇറാൻ തങ്ങളുടെ കാലു പിടിച്ച് യാചിച്ചതുകൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നത് എന്ന ട്രംപിന്റെ അവകാശവാദം വെറും ഒരു പച്ചക്കള്ളമാണ് എന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു. ഇറാൻ ഉയർത്തിയ കടുത്ത സൈനിക ഭീഷണിയും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ അചഞ്ചലമായ ആധിപത്യവുമാണ് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളെയും മുട്ടുകുത്തിച്ചത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പൊള്ളത്തരങ്ങളെ അമ്പെ പരാജയപ്പെടുത്തിയ ഈ ചരിത്രപരമായ പിന്മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഇറാനെതിരെ വൻതോതിലുള്ള സൈനിക ആക്രമണങ്ങൾ നടത്താൻ തയ്യാറെടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അപ്രതീക്ഷിതമായി തങ്ങളുടെ ആക്രമണ പദ്ധതികൾ റദ്ദാക്കിയതായി അറിയിച്ചിരിക്കുന്നു. ഇറാനും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളും നിരന്തരം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ യുദ്ധത്തിൽ നിന്ന് താൽക്കാലികമായി പിന്മാറുന്നത് എന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പ്രാദേശിക കരാറിന്റെ രൂപരേഖയെ ധാരണയായിട്ടുണ്ട് എന്നുമാണ് ട്രംപ് അവകാശപ്പെടുന്നത്. തങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് സമവായത്തിൻ്റെതായ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ഇറാൻ ഈ വാദങ്ങളെ പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയിൽ നിന്നോ അവരുടെ പ്രധാന സഖ്യകക്ഷിയായ ഇസ്രായേലിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക പ്രകോപനം ഉണ്ടായാൽ അതിന് കൃത്യവും വിനാശകരവുമായ തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുന്നത്. പ്രകോപനമുണ്ടായാൽ അമേരിക്കയെ സഹായിക്കുന്ന മേഖലയിലെ പ്രാദേശിക രാജ്യങ്ങളും ഇറാന്റെ മിസൈലുകൾക്ക് ഇരയാകേണ്ടി വരുമെന്ന കടുത്ത മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഭീഷണികളെയും മുന്നറിയിപ്പുകളെയും തികഞ്ഞ ഗൗരവത്തോടെയാണ് തങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് ഇറാന്റെ ആക്ടിംഗ് പ്രതിരോധ മന്ത്രി മജീദ് ഇബൻ റേസയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ട്രംപിന്റെ അവകാശവാദങ്ങളും ഇറാന്റെ നയതന്ത്ര നീക്കങ്ങളും? യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ തങ്ങളോട് യാചിക്കുകയാണ് എന്ന തരത്തിലുള്ള വീരവാദങ്ങളാണ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിതറുന്നത്. സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥയ്ക്കായി ഇടപെടുന്നുണ്ട് എന്നും പെട്ടെന്ന് തന്നെ ഒരു ധാരണയിലെത്താൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ട്രംപ് പറയുന്നു. തങ്ങൾ വലിയൊരു ആക്രമണം നടത്താൻ പോവുകയാണ് എന്ന മുന്നറിയിപ്പ് അമേരിക്ക നൽകിയപ്പോൾ അതിനെ സാധാരണ മട്ടിൽ കാണാതെ സർവ്വസജ്ജമായി പ്രതിരോധിക്കാൻ ഇറാൻ തയ്യാറായിരിക്കുന്നു. ട്രംപുമായി തങ്ങൾ യാതൊരു വിധത്തിലുള്ള ധാരണയിലും എത്തിയിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുമ്പോഴും പശ്ചിമേഷ്യയിലെ പ്രധാന രാജ്യങ്ങളുമായി ഇറാൻ നിരന്തരം നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ, തുർക്കിഷ് വിദേശകാര്യമന്ത്രി ഫക്കൻ ഫിദാൻ, പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്നിവരുമായി ഉന്നതതല ചർച്ചകൾ നടത്തിയിരുന്നു. ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ അതിൽ ഉണ്ടാകുന്ന വൻ ദുരന്തങ്ങളെയും പ്രത്യാഘാതങ്ങളെയും കുറിച്ച് അവർ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചർച്ചകളിലൊന്നും തന്നെ അമേരിക്കയുമായി ഏതെങ്കിലും തരത്തിലുള്ള നയതന്ത്ര കരാറിൽ എത്തിയതായി ഇറാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. എന്താണ് അമേരിക്കൻ പിന്മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ? അമേരിക്ക പെട്ടെന്ന് തങ്ങളുടെ വീരവാദങ്ങളിൽ നിന്ന് പിന്മാറാൻ കാരണം ഇറാന്റെ അപേക്ഷയല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. മറിച്ച് അമേരിക്കയുടെ സ്വന്തം സാമ്പത്തിക സൈനിക സമ്മർദ്ദങ്ങളാണ് അതിൽ പ്രധാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഗോള ഇന്ധന വിലയിലുണ്ടായ വൻ തടസ്സങ്ങളാണ്. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ 20%, LNG വിതരണത്തിന്റെ 8% നടക്കുന്നത് ഇറാൻ അതിർത്തി പങ്കിടുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യവുമാണ്. അതിനു പുറമെ ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന ബാബൽ മന്ദേബ് കടലിടുക്ക് വഴി ലോകത്തിലെ 12%-ഓളം എണ്ണ വ്യാപാരം കടന്നു പോകുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിലും ബാബൽ മന്ദേബിലും ഇറാന്റെയും യമനിലെ ഹൂത്തികളുടെയും സ്വാധീനം കാരണം ഇന്ധന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായി. ലോക വിപണിയിലേക്ക് എണ്ണയും വാതകവും എത്താതായതോടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങി. ഈ കടലിടുക്കുകൾ അടഞ്ഞുകിടന്നാൽ ആഗോളതലത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഇന്ധനക്ഷാമവും വിലക്കയറ്റവും താങ്ങാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന തിരിച്ചറിവാണ് ട്രംപിനെ പിന്നോട്ട് വലിച്ച പ്രധാന ഘടകം. രണ്ടാമതായി പറയുന്നത് അമേരിക്ക നേരിടുന്ന ആയുധക്ഷാമമാണ്. കഴിഞ്ഞ 5-6 മാസങ്ങളായി തുടർച്ചയായി നടക്കുന്ന യുദ്ധനീക്കങ്ങൾ കാരണം അമേരിക്കയുടെ സൈനിക ആയുധ ശേഖരത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട് എന്ന് US ചീഫ് ഓഫ് ജോയിന്റ് സ്റ്റാഫ് ചെയർമാൻ കെയ്ൻ മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇറാനെ പോലൊരു വലിയ രാജ്യത്തിനെതിരെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ ആവശ്യത്തിന് യുദ്ധ സാമഗ്രികൾ ഇല്ലാതെ വരുന്നത് അമേരിക്കൻ സൈന്യത്തിന് വൻ തിരിച്ചടിയാകും. ഇനി പറയാൻ പോകുന്നതാണ് മൂന്നാമത്തെയും ഏറ്റവും നിർണായകവുമായ കാരണം, സൗദി അറേബ്യയുടെ നിലപാട്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ട്രംപുമായി നേരിട്ട് സംസാരിക്കുകയും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു.
പോരാട്ടം കടുക്കുകയാണ് എങ്കിൽ തങ്ങളുടെ സ്വന്തം എണ്ണപ്പാടങ്ങളും എണ്ണ ശുദ്ധീകരണശാലകളും ഇറാന്റെ ആക്രമണത്തിന് ഇരയാകുമെന്ന് സൗദി ഭയപ്പെടുന്നുണ്ട്. സൗദിയുടെയും മറ്റു ഗൾഫ് രാജ്യങ്ങളുടെയും ഭയം ട്രംപിന് മേൽ വലിയ സമ്മർദ്ദമായി മാറുകയായിരുന്നു. ഇറാന്റെ തന്ത്രപരമായ വിജയം ഇവിടെയാണ് എടുത്തു പറയേണ്ടത്. ഉപരോധങ്ങളും ഭീഷണികളും വഴി ഇറാനെ പൂർണ്ണമായും വരുതിയിലാക്കാമെന്ന അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ വീണ്ടും തെറ്റിയിരിക്കുന്നു. ഇറാൻ തങ്ങളുടെ ആയുധബലവും ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ മേഖലകളിലെ ആധിപത്യവും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യത്തെ പ്രതിരോധത്തിലാക്കി. തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പങ്കാളികളെയും ലക്ഷ്യമിടുമെന്ന ഇറാന്റെ പ്രഖ്യാപനം അമേരിക്കൻ സഖ്യത്തിൽ തന്നെ ഭിന്നതയുണ്ടാക്കാൻ സാധിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിജയം അവകാശപ്പെടുമ്പോഴും സൈനികമായി മുന്നേറാൻ കഴിയാതെ പിന്മാറേണ്ടി വന്ന ട്രംപിന്റെ നയതന്ത്ര പരാജയമാണ് ലോകം ഇവിടെ നോക്കിക്കാണുന്നത്. ഇറാന്റെ നിശ്ചയദാർഢ്യവും മേഖലയിലെ സ്വാധീനവും ആഗോള ശക്തികളെ പോലും ചിന്തിപ്പിക്കാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ട്രംപ് പറയുന്ന തരത്തിലുള്ള ചർച്ചകൾ നടക്കുമോ, അതോ ഇറാൻ തങ്ങളുടെ കടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അധിനിവേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ തങ്ങളുടെ പരമാധികാരവും പ്രതിരോധശേഷിയും ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ. പശ്ചിമേഷ്യയിൽ ഇറാനെതിരെ വലിയ യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുകയും ഇറാനെ ഇല്ലാതാക്കുമെന്ന വീമ്പ് പറയുകയും ചെയ്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ നാണം കെട്ട് പിന്മാറേണ്ടി വന്നിരിക്കുന്നു. സാമ്രാജ്യത്വ ഭീഷണിയും ഗൾഫ് മേഖലയിലെ സമ്മർദ്ദത്തെയും കുറിച്ച് പറയുമ്പോൾ ഇറാനെതിരെ വൻതോതിലുള്ള ആക്രമണം നടത്താൻ അമേരിക്ക പദ്ധതിയിട്ടപ്പോൾ മുതൽ അവരുടെ ഗൾഫ് സഖ്യകക്ഷികൾ വലിയ കടുത്ത ഭീഷണിയിലായിരുന്നു. അമേരിക്ക നൽകിയ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ഇറാനെതിരായി നിലകൊണ്ട സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ഇറാന്റെ പ്രതിരോധ ശേഷി എത്രത്തോളം ഉണ്ടെന്ന് നന്നായി അറിയാമായിരുന്നു. ഇറാനെതിരെ അമേരിക്ക ഒന്നടിച്ചാൽ അതിന്റെ തിരിച്ചടി മുഴുവൻ അനുഭവിക്കേണ്ടി വരിക ഈ അയൽ രാജ്യങ്ങളായിരിക്കുമെന്ന തിരിച്ചറിവാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെയും പശ്ചിമേഷ്യൻ ഭരണാധികാരികളെയും ഭയപ്പെടുത്തിയത്. തങ്ങളുടെ പ്രമുഖ എണ്ണ ശുദ്ധീകരണശാലകളും സാമ്പത്തിക കേന്ദ്രങ്ങളും ഇറാന്റെ മിസൈലുകൾക്ക് ഇരയാകുമെന്നും പശ്ചിമേഷ്യൻ മേഖലയാകെ നികത്താനാവാത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നും സൗദി അറേബ്യ മനസ്സിലാക്കി. ഇതേ തുടർന്ന് സൗദിക്കൊപ്പം പാകിസ്ഥാൻ, തുർക്കി, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ഒന്നടങ്കം അമേരിക്കയ്ക്കുമേൽ ശക്തമായ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു. ഇറാനെതിരെയുള്ള അനാവശ്യ ആക്രമണങ്ങൾ ഉടനടി നിർത്തിവെക്കണമെന്ന് സൗദി അറേബ്യ അമേരിക്കയോട് അന്ത്യശാസനം പോലെ ആവശ്യപ്പെട്ടു. സ്വന്തം സഖ്യകക്ഷികൾ പോലും കൈവിടുമെന്ന അവസ്ഥ വന്നതോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധരംഗത്തു നിന്നും നാണം കെട്ട് പിന്മാറേണ്ടി വന്നത്. അമേരിക്കൻ മാധ്യമങ്ങളും ട്രംപും മാധ്യമങ്ങൾക്ക് മുന്നിൽ വിജയം അവകാശപ്പെടുമ്പോഴും സാമ്രാജ്യത്വ ശക്തികൾ നേരിടുന്ന കടുത്ത ആയുധ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ പിന്മാറ്റത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്ന് വ്യക്തമാണ്. മാസങ്ങളായി തുടരുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാരണം അമേരിക്കയുടെ ആയുധശേഖരം 1/3 കുറഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അവരുടെ സംയുക്ത സൈനിക മേധാവിയും ഇക്കാര്യത്തിൽ വലിയ ആശങ്കയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാനെ പോലെ സമ്പൂർണ്ണ സജ്ജമായ ഒരു രാജ്യത്തിനെതിരെ യുദ്ധത്തിന് ഇറങ്ങിയാൽ ആവശ്യത്തിന് ആയുധങ്ങളോ സാമ്പത്തിക ശേഷിയോ ഇല്ലാതെ അമേരിക്കൻ സൈന്യം തകർന്നടിയുമെന്ന് അവർ മുൻകൂട്ടി കണ്ടു. ഇതോടൊപ്പം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നുകൊടുക്കാൻ ഇറാൻ സമ്മതിച്ചുവെന്നും ആണവായുധ കരാറിന് തയ്യാറാണെന്നുമൊക്കെ ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എങ്കിലും സ്വന്തം പരാജയം മറച്ചുവെക്കാനുള്ള അമേരിക്കൻ നാടകങ്ങൾ മാത്രമാണ് ഇതെന്ന് ലോകം തിരിച്ചറിയുന്നുണ്ട്.